ഹായ്. ബൈക്കിൻ്റെ ഒരു റിവ്യൂ വീഡിയോ എടുക്കാൻ തരുമോ അല്ലേ? ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ചില കൊച്ചിയിലുള്ള പെജിയിലുള്ള പക്കൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ ഓട്ടോമോട്ടീവ് ഫീമെയിൽ ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റിനെ ഒന്ന് അടിച്ചമർത്തുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ആരും അടിച്ചമർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ MT റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ വൈഷ്ണവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹലോ പറഞ്ഞു. ഹായ്. പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആർക്കും എൻ്റെ അക്കൗണ്ട് ഫോളോ ഒന്നും ചെയ്യില്ല, ഇവളെ അക്കൗണ്ട് അറിയാൻ താല്പര്യമൊക്കെ കാണും. അപ്പോൾ ഞാൻ എന്തായാലും അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫോളോ ചെയ്തേക്ക്. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിച്ചാൽ മതി. അല്ലെങ്കിലും ഇനിയിപ്പോൾ എങ്ങും ഇല്ലാത്ത ഡൗട്ടൊക്കെ പുറത്തുമാർക്ക് പൊങ്ങിയെന്നറിയാം, അങ്ങോട്ട് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കൂലേ? നമ്മുടെ വൈഷ്ണവിയുടെ ഒരു MT50 ഉണ്ട്. അപ്പോൾ വൈഷ്ണവി പറയാം, നീ എന്തുകൊണ്ടാണ് MT50 എടുത്തത്? എൻ്റെ കൊച്ചിലോട്ടുള്ള ഡ്രീമാണ്. എൻ്റെ കൊച്ചിലെ ഈ വണ്ടി ഉണ്ടായിരുന്ന കൊച്ചിലെ ഈ വണ്ടി ഉണ്ടായിരുന്ന എത്ര വയസ്സുണ്ടായിരുന്നു? അങ്ങനെയല്ല, എനിക്കൊരു 18 വയസ്സല്ല 17 വയസ്സായപ്പോഴത്തെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇതും RC. RC എടുക്കാത്ത എന്ത്? RC എല്ലാവരും പറഞ്ഞു ആനപ്പുറത്ത് കൊതുകിരിക്കുന്ന പോലെ ആയി പോകുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിന് പറ്റിയ വണ്ടി നോക്കിയെടുത്തത്. കറക്റ്റ് സൈസാണ്. നീ ഇത് എടുത്തിട്ട് ഇപ്പോൾ എത്ര വർഷമായി? വർഷമൊന്നും ആയില്ല, ഇപ്പോൾ ഒരു 8 മാസമായി. സ്വന്തം പൈസക്ക് എടുത്തതാ വീട്ടുകാരെ പൈസക്ക് എടുത്തതാ? ഞാൻ തന്നെയാണ് പൈസ അടയ്ക്കുന്നത്. CC ഇട്ടല്ല, അല്ലാതെ റെഡി ക്യാഷ് ലോൺ എടുത്തിട്ട് ആ ലോൺ ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നു. മാസം എത്ര രൂപ CC ഉണ്ട്? മാസം 8000. അപ്പോൾ സ്വന്തമായിട്ട് CC ഇട്ട് വണ്ടി എടുത്ത ആളാണ് നിൽക്കുന്നത്. ഡ്രീം ബൈക്ക് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് വേണ്ട, മെയിൻ്റനൻസ് നമുക്ക് അറിയില്ല. നിനക്കൊരു മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ഒരു 54 എപ്പോഴും കിട്ടുന്നുണ്ടോ? നീ എല്ലാ ബൈക്കിലാണ് ജോലിക്ക് പോകുന്നത്? 56. നീ വർക്കിംഗ് അല്ലേ ഇപ്പോൾ? വർക്കിംഗ് ആണ്. നിന്റെ ജോലി കാര്യമൊക്കെ പറയും എവിടെയാണെന്ന്? ഞാൻ ISROയിൽ വർക്ക് ചെയ്യുകയാണ്, വലിയമല. ഡെയിലി വണ്ടി തന്നെയാണ് പോയി വരുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്? എനിക്കിവിടെ നിന്ന് ഒരു 33 കിലോമീറ്റർ ഉണ്ട്. ഡെയിലി എനിക്ക് വണ്ടിനെ പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമോ? അത് ചുമ്മാ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് പോയി എടുത്തേണോ? ഇഷ്ടത്തിൻ്റെ പുറത്ത് വണ്ടി എടുത്തു. മൈലേജ് മാത്രം അന്വേഷിച്ചപ്പോഴത്തേക്കും മൈലേജ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ ഈ വണ്ടി എടുത്തതിന് ശേഷം നിനക്ക് ഹാൻഡിലൊക്കെ ചെയ്യാൻ വേണ്ടി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല കംഫർട്ടാണ്. ബാക്കിലോട്ട് വലിക്കാനും ആളെടുത്ത് കൊണ്ടുപോകാനും ഓക്കെ ആണ്. ഫില്ലിങ് കംഫർട്ടാ? ഒരാൾക്ക് 2 സൈഡ് ഇരിക്കുമ്പോഴത്തേക്കും ചെറിയൊരു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടതുണ്ട്. ഈ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ശ്രമിച്ചോക്കാം. നീ കാര്യം നോക്കിയേ, ഇത് കുറച്ചോ? കുഴപ്പമില്ല. ഇത് എത്ര CC ആണെന്ന് അറിയാമോ? ഇല്ല, എത്രയാ? 400 CC. 155. ഇത് 200 CC ഉള്ളൂ. നിനക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലെന്ന് മനസ്സിലായി. ഇതിപ്പോൾ 8 ഗിയറാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിച്ചേനെ. വലിയ ധാരണയൊന്നുമില്ല, എന്ത് പറഞ്ഞാലും നമുക്ക് പറ്റിക്കാം. നിനക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? എനിക്ക് 164. ആ ഹൈറ്റ് വെച്ചിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടോ? അതൊന്ന് ഇതിലോട്ട് കയറിയപ്പോഴാ കുറച്ച് ഞാൻ കുറച്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റണം. പിന്നെ ഒരു 150 CC ആണ്. നിനക്ക് ഇത് 200 CC തോപ്പിക്കണമെന്നൊക്കെ ഇടയ്ക്ക് തോന്നിയിട്ടെങ്കിലും ഉണ്ടാ? തോന്നിയിട്ടുണ്ട്. തോപ്പിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. സ്ലോയിൽ പോകുമ്പോഴത്തേക്കും ഇവർക്ക് കാര്യം അറിയാം. 200 CC തോപ്പിക്കണമെങ്കിൽ അവർ സ്ലോയിൽ പോകുമ്പോൾ തോപ്പിക്കുന്ന കാര്യം അറിയാം. ചിലവന്മാർക്കൊന്നും അതറിയില്ല. ഇപ്പോൾ MT50ൻ്റെ ഓണേഴ്സ് അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഈ V3 V4 മിക്കുള്ള ഓണേഴ്സ് ചെയ്യുന്ന കാര്യമാണ് 200 CC ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഈവൻ ഹിമാലയൻ്റെ ഓഫ് റോഡ് വീഡിയോസിൽ കമൻറ്റ് ഇടും അണ്ടിൽ VVA കിക്സ് ഇന്നെന്ന്. അതുകൊണ്ടാണ് അത്രയും നല്ലൊരു വണ്ടിക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ടാകാൻ കാരണം. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടിയുടെയും ആ വണ്ടിയുടെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇതിന് കുറച്ച് മോശമാണല്ലേ? കാരണം ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒട്ടും മോശമാണ് ഇതിൻ്റെ കാട്ടി. ഇതിൽ കൊടുക്കും അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കമ്പാരിസനൊക്കെ കൊണ്ട് തന്നെയാണ് ഈ വണ്ടിക്കല്ല ഒരു V4 V3 അത്യാവശ്യം ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ഒന്നും ഉണ്ടാകാൻ ഒട്ടും ചാൻസ് ഒന്നുമില്ല. പിന്നെ ഇതിനിപ്പോൾ ഒരു 54 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്നുണ്ട്. എൻ്റെ വണ്ടിക്ക് എന്തായാലും ഒരു 40 എബോവ് മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ മൈലേജും മെയിൻ്റനൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം രണ്ടിനും സെയിം ഒക്കെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് പാഡിന് ഇപ്പോൾ NS ആയിക്കോട്ടെ AS ആയിക്കോട്ടെ RS ആയിക്കോട്ടെ ഏകദേശം 250 രൂപ. ഡൊമിനോറിന് അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ബ്രേക്ക് പാഡിന് 950 രൂപ കണ്ടല്ലേ? നീ മാറിയിട്ടുണ്ടോ? ഇതിൻ്റെ 950 രൂപ. ഇതിൻ്റെ ഒരു സർവീസ് സെൻ്റർ 5000 കിലോമീറ്ററാണ്. നിനക്ക് 4000-ലല്ലേ എന്ത് സർവീസ്? അപ്പോൾ സർവീസ് 4000-ലാണ്. അപ്പോൾ 1000 കിലോമീറ്റർ ഇതിൽ എക്സ്ട്രാ ഓടാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെ കൂട്ടി കഴിച്ച് നോക്കിയാലും മൈലേജും മെയിൻ്റനൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടിന് ഏകദേശം ഒരേ ചിലവും കാലക്കണം. വന്നിൻ്റെ വീട് എത്ര കിലോമീറ്ററായി? 7000. ഇപ്പോൾ എത്ര മാസം എടുത്തിട്ട്? ഇപ്പോൾ 6 മാസം. വണ്ടി എടുത്തിട്ട് 6 മാസത്തിനകത്ത് 7000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ എത്ര 2 സർവീസ് 3 സർവീസ് കഴിഞ്ഞു. എന്നാൽ ആദ്യത്തെ 1000-ലും 1000-ൽ രണ്ടാമത്തെ 5000-ൽ. എന്തായാലും എൻ്റെ എന്തായാലും 5000-ലാണ്. പക്ഷേ മെയിൻ്റനൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ എനിക്കിപ്പോൾ ഒരു 6 ഫീറ്റ് അടുപ്പിച്ച് ഹൈറ്റ് ഉണ്ട്. എനിക്ക് ഒരു MT അത്ര ചേരുന്ന വണ്ടി ആയിരിക്കില്ല. ഞാൻ എന്തോ ഒരു സൈക്കിളിൽ ഇരുന്ന് പോകുന്ന രീതിയിലൊക്കെ തോന്നുന്നുണ്ട് ഞാൻ MT-ലോട്ട് പോകാത്തത്. പക്ഷേ V4 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഓടിക്കാൻ വേണ്ടി കുറച്ചൊരു ഇഷ്ടം MT ആണ്. പിന്നെ ഈ വണ്ടി നല്ലൊരു ടോർക്കാണ്. ഇതിൻ്റെ ഈ ഒരു ബാക്കിലത്തെ സ്പ്രോക്കറ്റ് 55 ടീത്തിൻ്റെ സ്പ്രോക്കറ്റാണ് ഇതിൽ ഇട്ടേക്കുന്നത്. എൻ്റെ വണ്ടിയിലായപ്പോൾ ഒരു 41 ടീത്തിൻ്റെയാണ് തോന്നുന്നത്. ഇപ്പോൾ RC 390 എടുക്കുകയാണെങ്കിൽ തന്നെ അതിലും 45 ടീത്തിൻ്റെയാണ് വരുന്നത്. അപ്പോൾ V3-ലും V4-ൻ്റെ കാറ്റൊക്കെ വലിയൊരു സ്പ്രോക്കറ്റാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5th ഗിയർ ഒരു 30-35 പോകാൻ പറ്റൂലേ? 6ാമത്തെ ഗിയറിൽ ഒരു സ്കൂട്ടർ പോലെ ഓടിച്ചിട്ട് പോകാൻ പറ്റും. ഞാൻ പണ്ട് എൻ്റെ ഒരു കൂട്ടാൻ MT വെർഷൻ 1 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഒരു സ്കൂട്ടറിനൊക്കെ ഓടിച്ചിട്ട് പോകാൻ പറ്റും. ഞാൻ ഓടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനെ പറ്റി വൈഷ്ണവി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റൈഡ് റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ചെറിയൊരു തിരുത്തുണ്ട്, വൈഷ്ണവി അല്ല മിസ്റ്റിക് ഗേൾ 2003 2003 വെക്കാൻ വേണ്ടി അവിടെ നിർമ്മിച്ച് പറയണം. അതുകൊണ്ട് ഇപ്പോൾ മിസ്റ്റിക് ഗേൾ 2003 ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞ എല്ലാവരും. വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ പറഞ്ഞത് 10 ലിറ്ററാണ്. പിന്നെ ടയർ സൈസ് പറഞ്ഞാൽ റേക്ക് 140 ഫ്രണ്ട് 100 വാട്ട് സെക്ഷനിലെ ടയറാണ് വരുന്നത് ബ്ലാക്ക്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് മാത്രം ABS ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഡ്യുവൽ ചാനൽ ABS ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളായിരുന്നു. കാരണം ഈ ഒരു റേറ്റിന് എനിക്ക് ഇപ്പോൾ തോന്നി NS400 ഒക്കെ കുറച്ചുകൂടെ റേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന്. ബ്രൈറ്റ്നസ് ഒക്കെ ഹെഡ്ലൈറ്റിന് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഈ ഒരു DRലാണ് ഒരു സാമുറായി സെറ്റപ്പിലെ DRലാണ്. ഇത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ഇതിൽ കസ്റ്റമർ ഡിസൈനൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ വണ്ടി കുറച്ച് പൊളിയായിട്ടിരിക്കും. പിന്നെ ഈ ഒരു കളർ എടുത്തത് അവർക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആവണം. പിന്നെ ഇതിലിപ്പോൾ ടെയിലൊന്നും കട്ടും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് ടെയിലാണ് വെച്ചേക്കുന്നത്. ഈ വണ്ടി ഇപ്പോൾ പക്കാ സ്റ്റോക്കാണ്, പെറ്റിയടിക്കാൻ പറ്റിയ യാതൊരു കാര്യവും ഈ ഒരു വണ്ടിയിലില്ല. പിന്നെ മീറ്റർ കൺസോളൊക്കെ പക്കാ ബേസിക്കാണ്. പിന്നെ MT വെർഷൻ 1 മാത്രമാണ് നോർമൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നത്. ഇതിലാണെങ്കിൽ USD ആണ്. ഈ USDയുടെ കയറുമ്പോൾ അത്യാവശ്യം നൈസ് ലുക്കാണ് ഈ ഒരു ഗോൾഡൻ USD ഈ ഒരു വണ്ടിയിൽ കയറുന്ന സമയത്ത് ഉണ്ടാകുന്നത്. മിറർ പോലും ഈ വണ്ടിയിൽ ഊരിയിട്ടില്ല. പിന്നെ മിററിൻ്റെ വിസിബിലിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബെറ്റർ ആയിട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള വിസിബിലിറ്റി തരുന്നുണ്ട്. പിന്നെ പില്ലിയൻ കംഫർട്ട് ഈ ഒരു വണ്ടിക്ക് ഒട്ടും ഇല്ലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വീട്ടിൽ അമ്മേനെയൊക്കെ കൊണ്ടായാലും ചരിച്ചുമല്ലോ ഇരുത്തി കൊണ്ടുപോകുന്ന സമയത്ത് ഒട്ടും പില്ലിയൻ കംഫർട്ടില്ല. പക്ഷേ V3 V4 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റൈഡ് കംഫർട്ട് ഒറ്റയ്ക്ക് പോകാൻ ഇതിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കേഫ് ഇതിൽ എണ്ണയൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്രോൾ അടിച്ചു കൊടുക്കേണ്ടി വരില്ല. പിന്നെ ഇതിലിപ്പോൾ കിൽ സ്വിച്ച്, സ്റ്റോപ്പ്, സ്റ്റാർട്ട് ഇവിടെ തന്നെയാണ് പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരൻ്റെ ആണെങ്കിൽ സെപ്പറേറ്റ് കിൽ സ്വിച്ച് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല MTയുടെ ക്ലച്ച് വിടുമ്പോൾ ഉള്ളൊരു കുതിപ്പ് നിങ്ങൾക്ക് നല്ലേക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 6 feet എബോവുള്ള ആളാണെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ഈ ടാങ്കിൽ തട്ടി നല്ലേക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിനകത്ത് കുറച്ച് ഇതിൽ പിന്നെ ഗിയർ ഷിഫ്റ്റൊക്കെ പക്കാ സ്മൂത്താണ്. ഈ ഒരു ക്ലച്ച് എൻ്റെ വണ്ടിയുടെ കാട്ടിയൊക്കെ നല്ലേക്ക് ലൈറ്ററാണ്. ജസ്റ്റ് തൊട്ട് കൊടുത്താൽ മതി ക്ലച്ച് ഇടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 42 സ്പീഡിൽ 60 ഗിയറിലാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. നമുക്കൊരു സ്കൂട്ടർ ഓടിക്കുന്നതൊക്കെ സിമ്പിളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ നിന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഓവർടേക്ക് ചെയ്യാനും പറ്റും. നമുക്കൊരു ഗിയർ ഷിഫ്റ്റ് ഡൗൺ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവൾ ഈ വണ്ടി തന്നെ എടുത്തത്. കാരണം ഗിയറൊന്നും ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട, ചുമ്മാ സ്കൂട്ടറാണ് ഓടിച്ചെങ്കിൽ ട്രാഫിക്കിൽ ഒരു 10-40 സ്പീഡിലൊക്കെ പോകുന്ന സമയത്തും ഇതിങ്ങനെ തന്നെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ റൈഡ് കംഫർട്ടും ഈ വണ്ടി ഒറ്റയ്ക്ക് പോകാനാണ് നൈസായിട്ടുള്ളത്. 2 പേരെ ഇത് പോകാൻ വേണ്ടി ഈ വണ്ടി ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ കൂട്ടുകാരൻ്റെ ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നെന്ന്. ആ സമയത്ത് എനിക്ക് ഈ വണ്ടി ഓടിക്കാനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഓടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൽ ഗിയറൊന്നും ഡൗൺ ചെയ്യേണ്ട, കട്ടറൊക്കെ വരുമ്പോൾ 60 ഗിയർ തന്നെ പതുക്കെ എങ്ങ് പോകാൻ പറ്റും നിങ്ങൾക്ക് എളുപ്പത്തിൽ. പിന്നെ അത്യാവശ്യം ഈ ഒരു വണ്ടിയുടെ ഓണേഴ്സ് ഇപ്പോൾ അത്യാവശ്യം ഡീഫൻ്റാണ്. നോർമൽ രീതിക്ക് V4 V3 ഉള്ള ചിലവരൊക്കെ പോയി വേറെ വണ്ടിയുടെ വീഡിയോസിലേക്ക് കമൻറ്റൊക്കെ ഇടും, അതാണ് ഇതാണ്. ഈവൻ ഹിമാലയൻ്റെ ഓഫ് റോഡ് വീഡിയോസിൽ വരെ കമൻറ്റ് ഇടും, ഒള്ളി എൻ്റെ VVA കിക്സിനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ വണ്ടിക്ക് അത്യാവശ്യം HF ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വണ്ടിക്ക് ഇത്രയും HF ഉള്ളത്. കാരണം അൺവാണ്ട് കമ്പാരിസണൊക്കെ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ചിലപ്പോൾ എൻ്റെ ക്യാമറ ഒന്ന് അങ്ങോട്ട് ഫ്ലിക്കാവും. അതെന്താണ് സംഭവം എന്ന് എനിക്കറിയാൻ പോയി. ഇന്നലെ ഒരു RCയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ആ ഒരു ഫ്ലിക്കറിങ് ഇഷ്യൂ ഉണ്ട്. ഞാൻ എന്തായാലും റീസെറ്റ് ചെയ്തിട്ടുണ്ട്, മാറിയെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എന്തായാലും ക്യാമറയുടെ കാര്യം തീരുമാനമായി. കുറച്ച് കാലത്തേക്ക് മോട്ടോ വ്ളോഗിങ് ഒന്നും കാണില്ല. കാരണം ഇപ്പോൾ ഒരു ക്യാമറ എടുക്കേണ്ട ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. പിന്നെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ നല്ലൊരു വരുമാനം വന്നാൽ ഇനി അടുത്തൊരു ക്യാമറ എടുക്കാൻ പറ്റും. ഞാൻ കുറേ ആളത്തെ സേവിങ്സാണ് ഈ ഒരു ക്യാമറ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി വണ്ടി കൊണ്ട് അവളെ തിരിച്ച് കൊടുത്തിട്ട്, ഇപ്പോൾ മഴയായിട്ട് കുറച്ച് ലേറ്റായി, അവളെ നമുക്ക് സേഫായിട്ട് ഇനി വീട്ടിലൂടെ കൊണ്ടാക്കിയിട്ട് ഈ വീഡിയോ നമുക്കങ്ങ് അവസാനിപ്പിക്കാം. കേസ് ഞാൻ ചുമ്മാ ചോദിച്ചാണ് വീഡിയോ എല്ലാം എടുക്കുന്നതെന്ന്. ഇപ്പം ഞാൻ കുറേ നേരം അവൾക്ക് വീഡിയോ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കൂടെ സേഫായിട്ട് വീട്ടിലോട്ടാക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ആവശ്യമില്ലാതെ എന്തൊക്കെയോ തള്ളിയൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തുള്ള വണ്ടി എടുത്തതാണ്. ഈ വണ്ടീനെ പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ കുറേ തള്ളി വെച്ചിട്ടുണ്ട്. വണ്ടി 400 cc ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതേപോലെ അങ്ങ് വിഴുങ്ങിയിട്ടുണ്ട്. 400 cc വണ്ടിയാണെന്ന് പറഞ്ഞു. 8 ഗിയർ ഉണ്ടെന്ന് പറഞ്ഞാലും അവൾ അതേപോലെ വിശ്വസിച്ചേനെ. പിന്നെ ഇതൊന്നും കേട്ടിട്ട് ഞാൻ ഇപ്പോൾ ഫീമെയിൽ ഓട്ടോമോട്ടീവ് അന്വേഷിച്ചിട്ട് അടിച്ചമർത്തുന്ന രീതിയിലൊന്നും പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഫണ്ണായിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ പറഞ്ഞതും ചെയ്തതുമെല്ലാം. അത് അവളും അങ്ങനെ തന്നെ എടുക്കൂ. അപ്പോൾ ആ രീതിയിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി അവളെ സേഫായിട്ട് വീട്ടിൽ കൊണ്ടാക്കണം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടും ചെയ്തില്ല. ഇന്നിപ്പോൾ കണ്ടതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ചെറിയ രീതിക്ക് ഒന്ന് തട്ടിക്കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചാണ്. എൻ്റെ വീട് അവിടെയാണ്, അവളെവിടെ ഇവിടെയാണ്. ഞാൻ ഇപ്പോൾ സേഫായിട്ട് കൂടെ തിരിച്ച് വീട്ടിലോട്ട് ഏൽപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ ബൈ ബൈ. ഫോണുണ്ട് എടാ, ഫോണും ബാഗും കൊടു, അല്ലെങ്കിൽ മോട്ടിച്ചുണ്ടോ എന്ന് പറഞ്ഞ് ഇനി തിരിച്ച് വീട്ടിൽ നിന്ന് പിടിക്കും. കൊടുത്തോ. അപ്പുറത്തും ഇപ്പുറത്തും വീടാണ്. അതാണ് ഞാൻ പിന്നെ സ്ക്രിപ്ചറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവന്മാർ തന്നെ എടുത്തിട്ട് ബുക്കും റാൻഡം കേളെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. പിന്നെ ഇതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അവളെ കൊണ്ടായിട്ട് പോകണമെന്നൊക്കെ എനിക്കറിയാം. നമ്മളൊന്നും ആർക്കും വേണ്ട, എങ്കിലും ഞാൻ ഒരു ഫ്ലോ ഇല്ലെങ്കിൽ പറയണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതിൻ്റെ ഏത് മോഡലാണ്? നമ്മളെ ആക്ടിങ് ഒട്ട് ശരിയല്ല, നമുക്ക് നോർമാലിറ്റി എടുക്കാം. എന്നാൽ നിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ്, അപ്പോൾ എല്ലാവരും ഊക്കുകയും ചെയ്യും റാൻഡം കേളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് എടുക്കാം. 5000 ഇവക്കിനെ പറ്റി ഒന്നും അറിയില്ല ഗൈസ്. ബൈക്കിനേക്കാളും വെയിറ്റ് ഉണ്ടോ? പൾസർ ഡെഫിനറ്റ്ലി മെയിൽ തള്ളിയിടല്ലേ.